ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, എല്ല് തേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, ഡയബറ്റീസ് ഡിസോർഡർ, പാർക്കിൻസൺസ്, അൽഷിമേഴ്സ്, മെനോപോസ് തുടങ്ങി ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമാണ്. എന്ത് ചെയ്യണം? കൊച്ചു വെളുപ്പാങ്കാലത്ത് ഒരു 10 മുതൽ 15 വരെ ഒരു മൈൻഡ് കഴിച്ചു. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണില്ല. ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്ട് കഴിഞ്ഞ 17 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ കഴിക്കുന്ന വ്യക്തിയാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ കൺസെപ്റ്റ് ഇതാണ്: നോ ഡോക്ടർ, നോ ഹോസ്പിറ്റൽ, നോ മെഡിക്കൽ എക്സ്പെൻസ്. ഹലോ, ഓക്കെ. അപ്പൊ ഈ എണ്ണ കഴിച്ചു കഴിഞ്ഞാൽ ഗുണം ആളുകൾ പറയും എന്തുകൊണ്ട് എണ്ണ കഴിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മലയാളികൾ മാത്രമാണ് ഇന്ത്യയിലെ മലയാളികൾ മാത്രമാണ് പുഴുങ്ങിലേക്ക് ഉപയോഗിക്കുന്നത്. അപൂർവം കുറച്ച് ബംഗാളികൾ, കുറച്ച് ആന്ധ്രയിലുള്ളവർ ഉപയോഗിക്കുന്നത്. മറ്റെല്ലാവരും പച്ചരിയെ കഴിക്കാം. നെല്ല് 2 തവണ പുഴുങ്ങുമ്പോൾ നെല്ലിന്റെ കംപ്ലീറ്റ് എസൻസും വെള്ളത്തിൽ കൂടെ പോകും. ഈ നെല്ല് മില്ലിൽ കൊണ്ട് കുത്തി മില്ലിൽ കളയും. വീട്ടിൽ കൊണ്ടുവന്നൊരു 3-4 തവണ കഴുകി അതിൽ അവശേഷിച്ചിരിക്കുന്ന തവള് അരിക്കാട് വെള്ളത്തിലൂടെ വേസ്റ്റ് ആക്കി കളയും. തിളപ്പിച്ച് വാർക്കുന്നതിന് മുമ്പ് ഒരു ആവറേജ് മലയാളി വീട്ടമ്മ എന്ത് ചെയ്യും? അതിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കംപ്ലീറ്റ് എസൻസ് ഊറ്റിക്കളഞ്ഞു എന്ന് ഉറപ്പുവരുത്തി ആ ചണ്ടി നമ്മൾ തിന്നും. ആ ചണ്ടി തിന്നവരാണ് എന്റെ മുന്നിലിരിക്കുന്ന 68 പേര്. ഹലോ, അങ്ങനെയാണല്ലോ. നിങ്ങൾ ആലോചിച്ച് പണ്ട് കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ കഷായം ഉണ്ടാക്കാറുണ്ട്. കഷായം ഉണ്ടാക്കി നമ്മുടെ ചണ്ടിയെ തിന്നെ വെള്ളം കുടിക്കുക. എന്താ കഴിക്കുക? വെള്ളം കുടിക്കും. കാരണം കഷായത്തിലാണ് അതിന്റെ സത്ത് വരുന്നത്. അപ്പൊ കഷായത്തിന്റെ സത്ത് വെള്ളത്തിലാണെങ്കിൽ, അരിയുടെ സത്ത് അല്ലെങ്കിൽ നെല്ലിന്റെ സത്ത് എവിടെ വരണം? കഞ്ഞിവെള്ളത്തിൽ വരണം. ആ സത്തില്ലാത്തത് കളഞ്ഞ് അസത്ത് മാത്രം കഴിക്കുന്നവരാണ് ഇപ്പൊ നമ്മള്. ഇപ്പൊ സത്തിൽ നിന്ന് അസത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ നമുക്കുണ്ടായ പ്രശ്നങ്ങളാണ് ഇന്ന് കണ്ടുവരുന്ന സർവ്വജീവിത ശരീരങ്ങളും. അതിനെ മുഴുവൻ പ്രതിരോധിക്കാൻ ഈ എണ്ണ നല്ലതാ. രാവിലെ കഴിച്ചോളൂ, വൈകിട്ട് കഴിച്ചോളൂ. എനിക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഞാൻ ഒരു നേരം കഴിക്കാറുള്ളൂ. ഇത് കഴിച്ചിട്ട് എന്തെങ്കിലും ഗുണം കിട്ടി ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? പറയും. എന്ത് ഗുണം കിട്ടിയ സാർ? കൊളസ്ട്രോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു പറയിപ്പിച്ചതല്ല. സാർ KCBയിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർഡ് ആണ്. വളരെ സീരിയസ് ആർസ്യം ഏറ്റെടുത്തിരിക്കുന്നു. ആർസ്യം ചെയ്യരുത്. നിങ്ങൾ ആർസ്യം ജീവിച്ചാൽ മതി. ചേച്ചി ഇത് കഴിക്കുന്നുണ്ടോ? എണ്ണ കഴിക്കുന്നുണ്ടോ? എന്നിട്ട് എന്ത് കിട്ടി? യാമില്ല ഹിന്ദിമാരും നെയ്യ് പറയൂ. എന്താ കിട്ടിയ? നിങ്ങൾ കഴിച്ചിട്ട് എന്ത് കിട്ടി? കടവിൽ ഒറൈസോൾ എന്ന് പറഞ്ഞ ആന്റിയോക്സിഡന്റ് 1800 മില്ലിഗ്രാം ഉണ്ട് ഓരോ 100 ഗ്രാം എണ്ണയിലും. ഇത് റെഗുലർലി കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗുണം കൂടി. തൈറോയ്ഡ് പറയും. തൈറോയ്ഡ് മരുന്ന് കഴിക്കുന്നവരുടെ ജീവിതകാലം മരുന്ന് കഴിച്ച് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോവുക ചെയ്യാം. വേറെ ആരെങ്കിലും ഇത് കഴിക്കുന്നവരുണ്ടോ? ഇനിപടി എന്ത് റിസൾട്ടാ കിട്ടിയത്? പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതൊന്നും കിട്ടിയില്ല. പ്രശ്നങ്ങൾ വരാതിരിക്കുന്നത് കഴിക്കാം. അപ്പോ ഞാൻ പറഞ്ഞു, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, എല്ല് തേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, ഡയബറ്റീസ് ഡിസോർഡർ, പാർക്കിൻസൺസ്, അൽഷിമേഴ്സ്, മെനോപോസ് തുടങ്ങി 34 അസുഖങ്ങളെ പ്രതിരോധിക്കാൻ ഈ എണ്ണ നല്ലതാണ്. വെളിച്ചെണ്ണയ്ക്ക് ഏകദേശം 500 രൂപ വില വരുന്ന സാഹചര്യത്തിൽ ഇത് വെറും 230, പകുതിയിൽ താഴെ നമുക്ക് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന്റെ 70% മതി. അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഈ എണ്ണ നമുക്ക് 4 തരത്തിൽ ഉപയോഗിക്കാം. ഇത് ആർസിഎമ്മിന്റെ മാസ്റ്റർ പീസ് ആണ്. ഏകദേശം 11,222 പ്രൊഡക്റ്റുകൾ ആർസിഎമ്മിലുണ്ട്. ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന 400-ലധികം ഉൽപ്പന്നങ്ങളുണ്ട്. ഇനി എത്ര ഉൽപ്പന്നങ്ങൾ വന്നാലും ഇതിന് വെല്ലാൻ ഒരു ഉൽപ്പന്നം വരില്ല. കാരണം ഇതിന്റെ പേര് തന്നെ എന്താണ്? ഹെൽത്ത് ഗാർഡ് ഓയിൽ, ആരോഗ്യ സംരക്ഷക എണ്ണ. ഈ എണ്ണ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലേക്ക് വൈറസും വരില്ല, ബാക്ടീരിയയും വരില്ല, നിപ്പിയും വരില്ല, കൊറോണയും വരില്ല. ഒരു 4-5 പാക്കറ്റ് എപ്പോഴും വീട്ടിലുണ്ടാക്കിയാൽ ഇത് ആളുകളോട് കൂടെ നിങ്ങൾ പറയാം. എന്തായാലും എറണാകുളത്തുകാർക്ക് മഹാഭാഗ്യമാണ്. ഓണത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഈ ഒരു ഷോപ്പ്. കാരണം ഇവിടെ ഒരാളെ കൊണ്ടുവന്നാൽ ജസ്റ്റ് കൊണ്ടുവന്ന് കാണിച്ചിട്ട് വേറെ ഒന്നും പറഞ്ഞു കൊടുക്കണം. അവർക്ക് സാധനം എടുക്കും. അതിന്റെ ഗുണമേന്മ അതിന്റെ വില വ്യത്യാസം. വാർഷിക ഒരു പ്രൊഡക്റ്റ് ഈ എണ്ണ RCM എന്ന പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ബിൽഡിംഗ് എ ന്യൂ ഇന്ത്യ. ഒരു ബിൽഡിംഗ് എ ന്യൂ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ആശയം സർക്കാർ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം സർക്കാർ എല്ലാ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എത്രമാത്രം നടന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാം. 3 തലങ്ങളിലാണ് ഈ പ്രസ്ഥാനം വർക്ക് ചെയ്തത്. ഒന്ന്, ആരോഗ്യ സംരക്ഷണം. ആസാമിലെ തേയിലയുണ്ട്, ഗുജറാത്തിലെ ഉപ്പുണ്ട്, രാജസ്ഥാനിലെ മഞ്ഞൾപ്പൊടിയുണ്ട്, ഹിമാചൽ പ്രദേശിലെ സോപ്പുകളുണ്ട്, പഞ്ചാബിലെ തവിടെണ്ണയുണ്ട്, ആന്ധ്രാപ്രദേശിലെ കാപ്പിപ്പൊടിയുണ്ട്, മഹാരാഷ്ട്രയിലെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ഉണ്ട്, കേരളത്തിലെ കുട്ടാമ്പുള്ളി സാരിയും വെളിച്ചെണ്ണയും ഉൾപ്പെടെ 22 സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ. വാങ്ങിക്കുന്ന വ്യക്തിക്ക് ചെലവ് ചുരുങ്ങും, ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ആരോഗ്യം കിട്ടും, പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിക്ക് വരുമാനം കിട്ടും. നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ വരുമാനത്തെ സമ്പത്തായിട്ട് മാറ്റാം. വരുമാന സമ്പത്ത് തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം. വരുമാനം എടുത്താൽ തീരും,
ഞാൻ എയർഫോഴ്സിലായിരുന്നു. എല്ലാ മാസവും കൃത്യം 31-ാം തീയതി ശമ്പളം കിട്ടും. 4 ദിവസം കൊണ്ട് അത് മൊത്തം തീരും. കാരണം അത് ലിമിറ്റഡ് ആണ്. ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അവസരമുണ്ട്, വരുമാനം ഉണ്ടാക്കുന്ന ഒരു അവസരമുണ്ട്. സോ ഈ ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് ആദ്യം കിട്ടുന്ന ആരോഗ്യമാണ്. മുളകുപൊടിയിൽ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട മായമാണ് സുഡാനില്ലാത്ത നല്ല നാച്ചുറൽ ആയിട്ടുള്ള മുളകുപൊടി. നല്ല കാശ്മീരി ചില്ലി കിട്ടും, ഇലക്ട്രോമേറ്റ് ചേർക്കാത്ത നല്ല അടിപൊളി മഞ്ഞൾപ്പൊടി കിട്ടും, നല്ല ലെഡ് കലത്തിയതിന്റെ ഒരു കോമ്പൗണ്ട് ഇലക്ട്രോമേറ്റ് മഞ്ഞൾ വരുന്ന പ്രധാനപ്പെട്ട മായമാണ്. അത് ഉള്ളിൽ ചേർന്നാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രോഗമാണ് ക്യാൻസർ. നിങ്ങളുടെ നാട്ടിൽ ക്യാൻസർ രോഗികളെല്ലാം കൂടുകയാണോ കുറയാണോ? വളരെ കൂടുതലാണ്. ഇപ്പൊ ഓരോ 3 പേഷ്യന്റിൽ ഒരാള് ഏകദേശം അതേ ലഭിക്കാൻ പോകുന്നത്. എല്ലാ പുഴകളും ഒഴിയും സമുദ്രത്തിലെത്തുന്നു എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ രോഗങ്ങളും അൾട്ടിമേറ്റ്ലി ക്യാൻസറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതാ കണ്ടുവരുന്നത് അല്ലെ? വയറിലൊരു പ്രശ്നം, അല്ലെങ്കിൽ തലയിലൊരു പ്രശ്നം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം, ആ പ്രശ്നങ്ങളിൽ അൾട്ടിമേറ്റ്ലി ക്യാൻസറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായമാണെങ്കിൽ ഒട്ടും മായമില്ലാത്ത വിഷരഹിതമായ ഉൽപ്പന്നം നമുക്ക് ആർസിയം എന്ന ബ്രാൻഡിലൂടെ നല്ല ഉൽപ്പന്നങ്ങളാണ്, നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നത്. മരുന്നുകൾ ആരോഗ്യം നൽകുമായിരുന്നു എങ്കിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ള ജനത കേരളത്തിലെ ആളുകളാക്കണമായിരുന്നു അല്ലെ? ഇവിടെ മുക്കിന് ആശുപത്രികളുടെ ഏറ്റവും ഹയസ്റ്റ് ഫെസിലിറ്റീസ് കിട്ടുന്ന മെഡിക്കൽ ഫെസിലിറ്റീസ്, മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റുകളുണ്ട്. ഇത്രയും കണ്ടായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്രയും കൂടുതലുണ്ടെങ്കിൽ നമ്മളൊന്ന് മാറി ചിന്തിക്കണം. കാരണം നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നത്, അല്ലാതെ മരുന്നുകളല്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഹെഡ് ഓഫീസ് രാജസ്ഥാനിൽ ഭിൽവാരയിലുണ്ട്. ഏകദേശം ഒരു 11 വർഷം മുമ്പ് എന്റെ ഒരു സുഹൃത്തും ഫാമിലിയും കൂടി എന്റെ കൂടെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് കാണാൻ ചെന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിന് പോയ കക്ഷിക്ക് ഭയങ്കരമായിട്ടുള്ള പനി വന്നു. പനി വരുമ്പോൾ ഞാൻ സാധാരണ ഒന്നും ചെയ്യാതെ പനി വന്നാൽ പനിക്ക് പറ്റില്ല, പനിയെ പട്ടിണി കിട്ടാൻ മതി, പനി തനിയെ പൊക്കോളും. പക്ഷെ അവിടെ ദൂരസ്ഥലത്ത് വെച്ചൊന്നും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അദ്ദേഹത്തെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചൊരു വണ്ടിയിൽ കയറ്റിയിട്ട് 18 കിലോമീറ്റർ സഞ്ചരിച്ചു ഒരു മെഡിക്കൽ ഷോപ്പ് കാണാം. കേരളത്തിലാണെങ്കിൽ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 18 മെഡിക്കൽ ഷോപ്പ്. എപ്പോഴത്തെ കണക്കാം? 11 വർഷം മുന്നത്തെ കണക്കാണ്. അപ്പോ നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നതെന്ന് ഞാനല്ല പറഞ്ഞത്. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സ് ആണ് പറഞ്ഞത്, യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ. അതേ കൺസെപ്റ്റാണ്. ഭക്ഷണം നന്നായി കഴിഞ്ഞാൽ ആരോഗ്യം പറ്റും. ആർസിയം എന്ന പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഇതിന്റെ ക്ലാസ്സുകൾ ഒന്നും കേൾക്കാതെ ഈ ഉൽപ്പന്നങ്ങൾ നിരന്തരമായിട്ട് ഉപയോഗിച്ച ആളുകളുടെ അസുഖങ്ങൾ മാറാറുണ്ട്. സ്ഥിരമായിട്ട് കണ്ടുവരുന്ന രോഗങ്ങളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ പനി, ചുമ, ജലദോഷം, കഫക്കെട്ട്. ഈ ചായ മസാല ഒരല്പം തേനും കൂടി ചേർത്തിട്ട് ഡെയിലി 2-3 നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചോളൂ. അത് തൊണ്ടവേദന, ജലദോഷം, കഫക്കെട്ടൊക്കെ മാറും. ചായ മസാല നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അത്ര പരിചയമല്ല. പക്ഷെ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ അല്ലെങ്കിൽ ചായക്കടയിൽ ചായ കുടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കും, നിങ്ങൾക്ക് സാധാരണ ചായ വേണം, മസാല ചായ വേണം. മസാല ചായ എന്ന് വെച്ചാൽ ചുക്ക്, കുരുമുളക്, തിപ്പലി, ഗ്രാമ്പ്, ജാതിക്ക, ജാതിപത്രി, കുറെ ചേരുവകളുണ്ട്. അതൊക്കെ ചേർത്തുണ്ടാക്കിയ ഈ ചായ മസാല തൊണ്ടവേദന കേൾക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകളുടെ പ്രശ്നമാണ് ചുമ. ഈയിടെ ഒരാൾ പറഞ്ഞു 3 മാസമായിട്ട് മാറാത്ത ചുമ. ഇതിന്റെ ഒരു ചേരുവ, ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് കഴിച്ചപ്പോൾ 3 ദിവസം കൊണ്ട് മാറി. അങ്കമാലിയിലുള്ള ഒരു ആർസിഎമ്മിന്റെ ഷോപ്പ് നടന്നൊരു കക്ഷി പറഞ്ഞു. അപ്പൊ നല്ല മഞ്ഞൾപ്പൊടി, നല്ല മുളക് പൊടി, സുഡാൻ എന്ന് പറഞ്ഞ കെമിക്കൽ ഉണ്ടാവില്ല. സുഡാൻ എന്ന കെമിക്കലാണ് ഏറ്റവും കൂടുതൽ മുളകിൽ വരുന്ന മായം. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാം അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് നല്ല അസ്ഥിൽ മല്ലിയുണ്ട്. നാട്ടിൻപുറത്ത് പണ്ട് കാലത്ത് നമ്മൾ മല്ലി ഉപയോഗിക്കാറുണ്ട്, ഇപ്പോഴും മല്ലി ഉപയോഗിക്കാറുണ്ട്. ആസ്മിലുള്ള പല ആളുകളും ഇപ്പോഴും കടയിൽ പോയിട്ട് മല്ലി വാങ്ങി പൊടിപ്പിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടത്തില് സാധാരണ ഉണ്ടാവാറുണ്ട്. മല്ലി വാങ്ങി പൊടിപ്പിക്കുമ്പോ ഞാൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ കിട്ടുന്നത് നാച്ചുറൽ ആയിട്ട് മല്ലിയാണ്. നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മുടെ നാട്ടില് വീടുകളിൽ അമ്മി ഉണ്ടായിരുന്നു. അമ്മി കേട്ടിട്ടോ? കണ്ട ആളുകളുണ്ട്. പക്ഷെ പുതിയ തലമുറ താൻ അമ്മി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മഹാഭാഗ്യം. അടുത്ത തലമുറ അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അപ്പോ പണ്ട് കാലത്ത് പച്ചമല്ലി അമ്മിയിൽ അരയ്ക്കുന്ന സമയത്ത് തെന്നി തെറിച്ചു പോകുന്ന ഒരു മല്ലിയുടെ മണി ഈർപ്പമുള്ള മണ്ണിൽ വീണാൽ അത് മുളയ്ക്കുമായിരുന്നു. ഇന്ന് നിങ്ങൾ 1 കിലോ മല്ലി വാങ്ങി പാടത്ത് വിതച്ചോട് ഒറ്റണം മുളയ്ക്കില്ല. കാരണം 30 മുതൽ 40% സത്ത് മാറ്റിയ മല്ലിയാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നല്ല നാച്ചുറൽ ആയിട്ട് മല്ലി കിട്ടും. ആദ്യകാലങ്ങളിൽ മല്ലിയിൽ വന്നിരുന്ന പ്രധാനപ്പെട്ട മായമായിരുന്നു അറക്കപ്പൊടി. മരം അറക്കുമ്പോൾ കിട്ടുന്ന പൊടി ഈർച്ചപ്പൊടി എന്ന് പറയും. സോഡസ്റ്റ് എന്ന് ഇംഗ്ലീഷ് പറയും. അത് പൊടിച്ച് നന്നായിട്ട് ബ്ലീച്ച് ചെയ്ത് അതിന് മല്ലിയുടെ മണം കിട്ടാൻ വേണ്ടി എക്സ്ട്രാക്ട് ഒക്കെ സ്പ്രേ ചെയ്ത് തന്നിരുന്നു. ഇന്ന് അതിനൊക്കെ ഭയങ്കര വിലയാണ്. അടുത്തൊരു പൊന്നിന്റെ വില. ഇപ്പൊ ചേർക്കുന്ന സാധനമാണ് നല്ല അസ്ഥിന് കുതിരച്ചാണൊക്കെ ഉണക്കി പൊടിച്ച് ബ്ലീച്ച് ചെയ്ത് കുറച്ച് മല്ലിപ്പൊടിയിൽ ചേർത്ത് മിക്സ് ചെയ്ത് തരും. അതുകൊണ്ടാണ് ഇപ്പൊ കറി ഉണ്ടാക്കുമ്പോൾ കറിക്ക് ടേസ്റ്റ് ഇല്ല, മണമില്ല. പണ്ട് കാലത്ത് നാട്ടിൻപുറത്ത് ഒരു വീട്ടില് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ 100 മീറ്റർ ദൂരെ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ആ മല്ലിയുടെ മണം, സാമ്പാറിന്റെ മണം വന്നിരുന്നു. ഇന്ന് ഭാര്യ ഉച്ചഭക്ഷണ സമയത്ത് ഭർത്താവിനെ വിളിച്ച് ഡൈനിങ് ടേബിളിൽ കറിയുടെ പാത്രം, ഈ സാമ്പാറിന്റെ പാത്രം തുറന്നു വെച്ചാൽ പോലും ഭർത്താവ് ചോദിക്കും എന്നാ കറി? കാരണം കറിക്ക് മണമില്ല. എന്താ കാരണം?
ഇവിടെ നമുക്ക് കിട്ടുന്നത് മായം ചേർന്ന്. ഇവിടെ എന്തുകൊണ്ട് മായം വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡയറക്ട് മാർക്കറ്റിംഗ് ആണ്. ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല. കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കസ്റ്റമറിലേക്ക് നേരിട്ട് വരുമ്പോൾ ഏറ്റവും നല്ല സാധനങ്ങൾ ഏറ്റവും ന്യായവിലയ്ക്ക് കിട്ടുന്നു. ഇപ്പൊ നല്ല മല്ലി, നല്ല മഞ്ഞൾ, നല്ല മുളക്. ചായ, പുറമേ ചായ കുടിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഞാൻ പറയുന്ന കാര്യമാണ്, പുറമേ പലപ്പോഴും യാത്രയൊക്കെ ചെയ്യുമ്പോൾ പലയിടത്തെ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് പുറമേ ചായ കുടിക്കേണ്ടി വരാറുണ്ട്. കുടിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, കഴിഞ്ഞ 19 വർഷമായിട്ട് ഞാൻ ഈ ചായയാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഇത് ആസാം തേയിലയാണ്. ആസാം തേയിലയ്ക്ക് പ്രത്യേകതയില്ല. ഒരേ ദിവസം 3 വ്യത്യസ്ത കാലാവസ്ഥയാണ് ആസാമിലുള്ളത്. അതിരാവിലെ നല്ല മഞ്ഞ്, ഉച്ചയ്ക്ക് നല്ല വെയിൽ, വൈകിട്ട് നല്ല ഇടിയും മഴയും. 3 വ്യത്യസ്ത കാലാവസ്ഥകൾ ഫേസ് ചെയ്യുന്ന ആസാമിലെ തേയില ഇന്ത്യയിലെ നമ്പർ 1 തേയിലയാണ്. നമുക്കിവിടെ ടെസ്റ്റും ഉണ്ട്, ലീഫും ഉണ്ട്. ഇത് ലീഫാണ്, പച്ചക്കളറിന്റെ തേയില, അത് ടെസ്റ്റാണ്. ഇത് നല്ല ടേസ്റ്റ് ആണ്. CTC തേയിലയാണ്. CTC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാനുലസ് രൂപത്തിലുള്ള തേയില. വേണമെങ്കിൽ നമുക്ക് അതിരാവിലെ 5 മണിക്ക് ഒരു കട്ടൻ ചായ ഉണ്ടാക്കാം, 7 മണിക്ക് അതേ പോലെ ഒരു പാൽ ചായ ഉണ്ടാക്കാം. 2 തവണ ഒരേ ചായ കൊണ്ട്, ഒരേ പൊടി കൊണ്ട് ചായ ഉണ്ടാക്കാം. ഒരു ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ 3 തവണ ഉണ്ടാക്കാം. അതിരാവിലെ ഒരു കട്ടൻ ചായ, 7-7:30 ഒരു കട്ടൻ ചായ കൂടി അതേ പൊടി കൊണ്ട്, പിന്നെ 8 മണിക്ക് ഒരു പാൽ ചായ. കാരണം എന്താ, സാധാരണ ചായപ്പൊടി നമ്മൾ തിളപ്പിച്ച് നോക്കുമ്പോൾ അതിന് ചവർപ്പ് കൂടും, അല്ലെങ്കിൽ ഒരു കറുപ്പ് കൂടും. ഇത് എത്ര തിളപ്പിച്ചാലും ടേസ്റ്റ് ആണ് കൂടുക. നമുക്ക് 2 തരത്തിലുള്ള തേയിലയുണ്ട്. ഇത് ജസ്റ്റ് 2 തരത്തിലുള്ള തേയില നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിന് ചെറിയൊരു പാക്കറ്റ് ഉണ്ട്, 10 രൂപയാണ് ആ പാക്കറ്റിന്. 10 രൂപ വരെയുള്ള ചായപ്പൊടികൾ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ 72 പേർക്ക് ഞാൻ ചായ സപ്ലൈ അടിക്കല്ലേ. 10 രൂപയുടെ ചായപ്പൊടികൾ 72 പേർക്ക് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കും. 72 പേർക്ക്. ഇക്കോണ്ട് ഇമാജിൻ, നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും നല്ല ഉൽപ്പന്നങ്ങൾ. അപ്പൊ നല്ല അടിപൊളി പഞ്ചതുളസി ഉണ്ട്. തുളസിയുടെ കാര്യം എല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഔഷധമുള്ളതാണ് തുളസി. 36 ഔഷധങ്ങളാണ് തുളസിക്കുള്ളത്. പക്ഷെ ഇതിൽ 5 തരം തുളസി ഉണ്ട്. കൃഷ്ണ തുളസി ഉണ്ട്, രാമതുളസി ഉണ്ട്, കർപ്പൂര തുളസി ഉണ്ട്, കാട്ടു തുളസി ഉണ്ട്, ശ്യാമ തുളസി ഉണ്ട്. ഇത് അടി തൊട്ട് മുഴുവൻ എല്ലാവർക്കും നല്ലതാണ്. സർവ്വരോഗ സംഹാരി എന്ന് പറയും. തലയിൽ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് പറയാം, തലയിൽ പേനുണ്ടെങ്കിൽ ഒരു മഞ്ഞ് വെള്ളത്തിൽ 2-3 തുള്ളി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് കുടിച്ച് അവസാന സമയത്ത് ഇതുകൊണ്ട് കഴിക്കുക. പേനൊക്കെ ഇറങ്ങിയോളൂ. 2 ദിവസം കൊണ്ട് പേന. തലയിൽ താരല്ലെങ്കിൽ താരം പോകാൻ നല്ലതാണ്. അതുപോലെ തന്നെ തലവേദന, മൈഗ്രെയിൻ ഒക്കെ വരുമ്പോൾ കുറച്ച് ഇതെടുത്ത് നേരെ വിരലിൽ പരടി ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുക. മൂക്കടന്ന സമയത്ത് 2 തുള്ളി കയ്യിലിട്ട് നേരിട്ട് വലിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ 2-3 തുള്ളി ഒഴിച്ച് ആവി പിടിക്കുക. തൊണ്ടവേദന ഇപ്പം നമുക്ക് ഡയറക്റ്റ് കട്ടില അപ്ലൈ ചെയ്ത് കുറച്ച് തവണയും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ഇനി സ്വപ്ന സംബന്ധമായ എന്ത് പ്രശ്നങ്ങളിലും ഇത് ആവി പിടിക്കുന്നത് വളരെ ഗുണം ചെയ്യും. സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ നമ്മുടെ പാടത്തോ പറമ്പിൽ ഇറങ്ങി നടക്കുന്ന പോലെ പുഴു കഴിഞ്ഞ സ്കിന്നിൽ അലർജി ഉണ്ട്. ഇത് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. പണ്ട് കാലത്ത് നമ്മൾ എന്താ ചെയ്തിരുന്നത്, നമ്മളത്ത് തുളസിയുടെ എന്തെങ്കിലും 2 ഇല കയ്യിലെടുത്ത് ഞെരടി അതിൽ കുറച്ച് ഭസ്മം കൂടി ചേർത്ത് അപ്ലൈ ചെയ്ത് ഒന്നും ചെയ്യേണ്ടത് നേരിട്ട് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. ഈ പ്രത്യേകിച്ച് പ്രൈവറ്റ് പാർട്ടിൽ ഈ ഭാഗത്ത് മുടിയൊക്കെ ഭയങ്കര ചൊറിച്ചിൽ വരുമ്പോൾ തവറിനെ കൂടി ചേർത്ത് നേരിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ശരീരത്തിൽ പുഴുക്കടി ഉണ്ടെങ്കിൽ, വട്ടച്ചോടി എന്നൊക്കെ പറയും, പുഴുക്കടി, റിംഗ് ബേം എന്ന് പറയും, അതിനൊക്കെ വളരെ ഫലപ്രദമാണ്. ഐസ്പ്രാനോയിൽ ഇതും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി. കുഴിനകം ഉണ്ടെങ്കിൽ നന്നായി വൃത്തിയാക്കി 2 തുള്ളി നേരിട്ട് അപ്ലൈ ചെയ്യുക. 2 ദിവസം കൊണ്ട് കുഴിനകം മാറും. ഇനി ഭക്ഷണം കഴിച്ച് വയറ് വല്ലാണ്ട് നടന്ന സമയത്ത് വയറിനെ വീർത്ത് നെമ്പക്കം വരുമ്പോ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തില് ഒരു 3-4 തുള്ളി വെച്ച് കുടിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ വയറ് നീറ്റായി കഴിയും. മറ്റൊരു ബെനിഫിറ്റ് ഉള്ള പഞ്ചതുളസി നിങ്ങളുടെ വീട്ടിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കുക. ഇത് എല്ലാവർക്കും ഗുണം ചെയ്യും. അടി തൊട്ട് കൂടിയ ഇനി വായ്പുള്ള വരുന്ന സമയത്ത് ഒരു തുള്ളി എടുത്താൽ വായ്പുള്ള ഭാഗത്ത് ജസ്റ്റ് ഡയറക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തു. അത്രയും ബെനിഫിറ്റ് ഉള്ള ഉൽപ്പന്നങ്ങൾ. അപ്പോൾ ആർസിയം എന്ന ബ്രാൻഡിൽ ഒരുപാട് സെഗ്മെന്റുകളുണ്ട്. 10-15ഓളം 16-ലധികം സെഗ്മെന്റുകളുണ്ട്. എന്റെ ഷർട്ട് ആർസിയമാണ്. 399 രൂപ വരെയുള്ള ഷർട്ട് 299 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു. അതിന് 150 PV, ഏകദേശം ഒരു 45 രൂപയോളം എനിക്ക് തിരിച്ചു കിട്ടി. അപ്പൊ ഞാൻ പുറമെ അപ്പുറത്തെ തുണിക്കടയിൽ പോയിട്ട് ആർസിയമിന്റെ ഡ്രസ്സ് എടുക്കും. കോട്ട ആർസിയം, പേന 2 ആർസിയം, ബെൽറ്റ് ആർസിയം, ഷൂ ആർസിയം, സോക്സ് ആർസിയം, അണ്ടർഗാർമെന്റ്സ് ആർസിയം, ബാഗ് ആർസിയം, എല്ലാം ആർസിയം. അതുകൊണ്ടുള്ള ഗുണം കീശിൽ വരുന്ന പൈസ മൊത്തം ആർസിയം. കാരണം ഈ ബാങ്ക് കിട്ടിയാൽ ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം രൂപ 7-ാം തീയതി അക്കൗണ്ട് വരും. ബാറ്ററി കുത്തണം, വേണം കുത്തണം തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. 2 കാര്യം ചെയ്യാനുള്ളൂ. ഒന്നത് ഉപയോഗിക്കുക. നമുക്കിവിടെ അരിയുടെ തവിടുന്ന് എടുക്കുന്ന ഗാമോറൈസിനോൾ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ എന്ന രോഗം എത്രമാത്രം പ്രചാരമാർത്തിയ സാഹചര്യത്തിൽ
പാശ്ചാത്യ നാടുകളിൽ ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നാണ് ഒറേസനോൾ. ഈ ഒറേസനോൾ എണ്ണയിലുണ്ട്, അതിന്റെ റോ ഫോമുല ഉണ്ട്, അതിന്റെ എക്സ്ട്രാക്റ്റഡ് ഫോമുലാണ്. രാവിലെ വൈകിട്ട് ഒരെണ്ണം കഴിച്ചുള്ളൂ. യു വിൽ ബി സേഫ് ഫ്രം, യു വിൽ ബി ഫ്രീ ഫ്രം ക്യാൻസർ. ധാരാളം ക്യാൻസർ പേഷ്യൻസ് ഇത് കൊടുക്കാറുണ്ട്. ഡെയിലി 2 വീതം 3 നേരത്തെ ഡെയിലി കൊടുക്കാറുണ്ട്. വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട്. അതായത് പ്രത്യേകിച്ച് ഈ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് ഭയങ്കര ടയർഡായ ആളുകൾക്ക് അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറയ്ക്കാൻ ഇത് നല്ലതാണ്. ഗാമോറേസനോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, എല്ല് തേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, ഹൈപ്പോതൈറോയിഡിസം, ക്യാൻസർ, ഡൈജസ്റ്റീവ് ഡിസോർഡർ, പാർക്കിൻസൺസ് എല്ലാത്തിനും നല്ലത് ഇവിടുന്ന് എടുക്കുന്നതാണ്. അരിയുടെ തൊടുത്തെടുക്കുന്നത് മിനിമം രാവിലെ വൈകിട്ട് 1 വീതം ഭക്ഷണത്തോടൊപ്പം ഭക്ഷണത്തിന് മുന്നേയോ കഴിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ കൂട്ടായ്മ രണ്ടാമത്തെ ഒരു സെഗ്മെന്റ് ആണ്. ഇത് സാധാരണ FMCG പ്രൊഡക്റ്റ്, നിത്യോപയോഗ സാധനം. രണ്ടാമത്തെ ഒരു സെഗ്മെന്റ് ആണ് ന്യൂട്രീഷൻ. ന്യൂട്രീഷന്റെ പ്രത്യേകത, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം മാൽ ന്യൂട്രീഷൻ ആണെങ്കിൽ പോഷകാഹാരങ്ങളുടെ കുറവ്. ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ നോക്കും? നിറം നോക്കും, മണം നോക്കും, രുചി നോക്കും. ആരും ഗുണം നോക്കിയിട്ടല്ല ഭക്ഷണം കഴിക്കാറ്. ഈ പോരായ്മയാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ. എന്നുവെച്ചാൽ 70% രോഗങ്ങൾ ഉണ്ടാക്കുന്നത് മാൽ ന്യൂട്രീഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിനെ പരിഹരിക്കാൻ നമുക്ക് 23ഓളം ഫുഡ് സപ്ലിമെന്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ന്യൂട്രീഷണൽ മേഖലയിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകളാണ് കൂടുതൽ ന്യൂട്രീഷൻ സാധ്യതമാണ്. ഒരു സ്ത്രീയുടെ 60% ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് നല്ലതാണ്. ഇതൊരു മരുന്നല്ല, നല്ല ഭക്ഷണമാണ്. 50 പോഷകങ്ങളുണ്ടെങ്കിൽ ന്യൂട്രീഷനിൽ പോകുന്ന ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലെ സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയും ഡെയിലി ഒരെണ്ണം കഴിക്കാൻ അവരുടെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നന്നായിട്ട് വെള്ളം കുടിക്കുക. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അവരുടെ 60% പ്രശ്നങ്ങൾ മാറി. കാരണം ഇതിൽ 13 തരത്തിലെ വൈറ്റമിൻസ് ഉണ്ട്, 13 തരത്തിലെ മിനറൽസ് ഉണ്ട്, 13 തരത്തിലെ പഴങ്ങളുടെ സത്തുണ്ട്, 6ഓളം ബൊട്ടാണിക്കൽസ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് 10-50 പോഷകങ്ങളടങ്ങിയ ന്യൂട്രീഷാർജ് കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആദ്യം കിട്ടുന്ന ബെനിഫിറ്റ് ജീവിതത്തിൽ വയ്യാന്നുള്ളൊരു വാക്ക് പിന്നീട് പറയേണ്ടി വരിക. അങ്ങനെ ഇത് ഉപയോഗിച്ചിട്ട് ക്ഷീണം മാറി, വിളർച്ച മാറി, ഹിമോഗ്ലോബിൻ ലെവൽ കൂടി എത്ര പേരിലെ കൂട്ടത്തില് ന്യൂട്രീഷാർജ് കഴിച്ച് കിട്ടിയ റിസൾട്ട് ഒന്ന് പറയും. എന്താ മാഡത്തിന്റെ പേര്? എന്ത് റിസൾട്ട് കിട്ടിയ പേരൊന്ന് പറയാമെന്ന് പരിചയപ്പെടുത്താൻ. എത്ര നാൾ ചോദിച്ചു എന്ത് റിസൾട്ട് കിട്ടി? പ്ലീസ്. വളരെ കുറവായിരുന്നു. വേറെ ഗ്രൂപ്പ് AB നെഗറ്റീവാണ്. എനിക്ക് നേരം പെടുത്ത എൻ്റെ ഒരു അങ്ങനെ കൈകാലൊക്കെ തല്ലി ഓടിച്ചിട്ടായിട്ടുള്ള ബുദ്ധിമുട്ട് വിഷമതയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ HP ലെവല് കൂടി 12ന്റെ അടുത്ത് വന്നിട്ടുണ്ട്. സ്ഥിരമായിട്ട് കഴിക്കുന്നു. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. ക്ഷീണം മാറി, വയ്യാന്നുള്ളൊരു വാക്ക് പറയാറില്ല. താങ്ക് യു. അപ്പൊ എന്താ കാരണം? ഈ ന്യൂട്രീഷാർജ് കഴിച്ചു കഴിഞ്ഞാൽ 1 കിലോ ചീര കഴിച്ചാൽ അതിന് കിട്ടുന്ന അത്രയും അയൺ വരും. 21 മില്ലിഗ്രാം അയൺ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ദിവസം വേണം, ഭക്ഷണത്തിലൂടെ കിട്ടണം. അപ്പൊ 21 മില്ലിഗ്രാം അയൺ കിട്ടണമെങ്കിൽ ദിവസം ചുരുങ്ങിയത് ഒരു ദിവസം ഒരു സ്ത്രീ 1 കിലോ ചീര കഴിക്കണം. 1 കിലോ ചീര ഒരു ദിവസം പോയിട്ട് ഒരു കൊല്ലത്തിൽ പോലും കഴിക്കാത്ത ആളുകൾ എന്റെ മുന്നിലുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എനിക്ക് നല്ല ഉറപ്പല്ലേ? അപ്പൊ ആ ക്ഷീണം അല്ലെങ്കിൽ വിളർച്ച മാറ്റാൻ ഇത് നല്ലതാണ്. 2, ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ശരീരത്തിൽ ഹിമോഗ്ലോബിൻ ലെവൽ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾ ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ബർത്ത് വെയിറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്, ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയാനുള്ള സാധ്യതയുണ്ട്, പ്രസവത്തിൽ ഹെവി ബ്ലീഡിങ് കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പ്രസവത്തിൽ കുട്ടി മരിക്കാനുള്ള സാധ്യതയുണ്ട്, പ്രസവത്തിന് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിനെല്ലാം പരിഹരിക്കാൻ എല്ലാ ഗർഭിണികളും ഈ രീതി കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം, അത് ജനിക്കാൻ പോകുന്ന കുട്ടി വളരെ വളരെ ഹെൽത്തി ആയിരിക്കും, വളരെ സ്ട്രോങ് ആയിരിക്കും, അവരുടെ മെമ്മറി കപ്പാസിറ്റി ഒക്കെ വളരെ ബെറ്റർ ആയിരിക്കും. ഇത് ഗർഭിണികൾക്ക് കൊടുത്ത റിസൾട്ട് കിട്ടിയ ഏതെങ്കിലും കേസ് നിങ്ങളുടെ അനുഭവത്തിലുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ഗർഭിണികളൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ ഓപ്പറേഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണോ? ആരും കൊടുത്തിട്ടില്ല. ധാരാളം കേസുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും. ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ ഒരു 6ഓ 7ഓ ആ ലെവലിൽ HB ലെവൽ കുറവാണെങ്കിൽ ഇത് ഒരെണ്ണമല്ല 2 വെച്ച് കഴിക്കും. അത്രയും നല്ലതാണ്. അപ്പൊ ഒന്ന് ഹിമോഗ്ലോബിൻ ലെവൽ കൊടുക്കും. ഇനി രണ്ടാമതൊരു പ്രശ്നം, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് പീരീഡ് കൃത്യമായിട്ട് വരില്ല. കാരണം എന്താ? ആരോഗ്യമുള്ള ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ചുരുങ്ങിയത് സാധാരണഗതിയിൽ 28+-2 ദിവസത്തിൽ കൃത്യമായിട്ട് ആർത്തവം വരണം. അത് പലപ്പോഴും വരാതെ 22 വരെ 30-ആവും, 35-ആവും, 40-ആവും, 50-ആവും, പിന്നെ ഓണത്തിന് സംക്രാന്തിക്കും പിന്നീട് വരുന്ന ഒരവസ്ഥയെ അതിനെ കറക്റ്റ് ചെയ്യാൻ ഹിമോഗ്ലോബിൻ കറക്റ്റ് ചെയ്താൽ മതി. അതിന് സഹായിക്കുന്നതാണത്. ഇത് കഴിച്ചിട്ട് പീരീഡ് കൃത്യമായിട്ട് വന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പീരീഡ് കറക്റ്റ് ആയിട്ട് വന്ന ആരെങ്കിലും കൂടുതലുണ്ടോ? അത് സ്റ്റെപ്പിൽ പറയാം. അപ്പോ രണ്ടാമത്തെ ബെനിഫിറ്റ് പീരീഡ് കൃത്യമായിട്ട് വരും. എനിക്കറിയാം ഇവിടെ പലരും പറയാതിരിക്കുന്നതാണ് എല്ലാവർക്കും. ആരൊക്കെ അർത്ഥമുള്ളവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഒന്ന് നമ്മൾ പറയാണ്ട് ഒന്നുകിൽ കുറുപ്പിന്റെ തരത്തിൽ അല്ലെങ്കിൽ കളരിക്ക് പോകുന്നത്, ഒന്നുകിൽ തീരെ
മീൻസ് പീരീഡ് കൃത്യമായിട്ട് വരില്ല. ചിലവർക്ക് പീരീഡേ വരില്ല. 5-6 മാസം കൂടുമ്പോൾ ഒരു ക്ഷണിക്കാത്ത അതിഥിയെ പോലെ പീരീഡ് വരും, പിന്നെ അതിഥി പോകില്ല. 10-15 ദിവസം കണ്ടിന്യൂസ് ആണ് ഹെവി ബ്ലീഡിങ്. ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ന്യൂട്രിചാർജ് ഗുണം നല്ലതാണ്. കാരണം 21 മില്ലിഗ്രാം അയൺ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആളുകൾ ചോദിക്കും, ഞങ്ങൾ ഇതിന് ഇത് കഴിക്കുന്നത് ഇത് ഭയങ്കര വിലയല്ലേ, കടയിലുള്ള മെഡിക്കൽ ഷോപ്പിൽ ഇവിടെ അയൺ ടാബ്ലറ്റ് വാങ്ങി കഴിച്ചാൽ മതി. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഫെറസ് സൾഫേറ്റ് ആണ്. 24% മാത്രമേ നമ്മുടെ ബോഡിക്ക് അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ 90% കൂടുതൽ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് പീരീഡ് കറക്റ്റ് ആവും, 2 ഗർഭിണികൾ കഴിച്ചാൽ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ലാതെ, 3 ഹെവി ബ്ലീഡിങ്ങിനെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. 4 നമ്മുടെ നാട്ടിലൊരു മധ്യവയസ്സ് പറ്റിയിട്ട് ഒരു സ്ത്രീ ഡോക്ടറെ കാണാൻ ചെന്നാൽ എന്ത് അസുഖത്തിന് ചെന്നാലും ഡോക്ടർ അവസാനം പറയും എന്തായാലും കാൽസ്യം ടാബ്ലറ്റ് കഴിച്ചോളൂ. കാരണം കുറച്ച് പ്രായം ചെല്ലുമ്പോൾ എന്തുണ്ടാവും, മെനോപോസ് ഒക്കെ വരുന്ന സമയത്ത് ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് പറയും. ആ കാൽസ്യത്തിന്റെ അളവിനെ കറക്റ്റ് ചെയ്യാൻ ഒരു ഗ്ലാസ് നല്ല നാടൻ പശുവിന്റെ പാല് കുടിച്ചാൽ അതിൽ എത്രമാത്രം മിൽക്ക് കാൽസ്യം കിട്ടും അത്രയും കാൽസ്യം ഈ ഒരു ഗുളികയിലുണ്ട്. ഇത് റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ ഹെൽത്തി ആയിരിക്കും. ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ഒക്കെ പതുക്കെ കുറഞ്ഞു വരും. അങ്ങനെ ഇത് കഴിച്ച് പെയിൻ കുറഞ്ഞ ആരെങ്കിലും ഉണ്ട് ഈ കൂട്ടത്തിൽ? യെസ്. എന്ത് റിസൾട്ടാണ് കിട്ടിയത്? കാരണം മിൽക്ക് കാൽസ്യം നമ്മുടെ ബോഡിക്ക് ഡയറക്റ്റ് നമ്മുടെ നാട്ടിൽ നേരത്തെ അവരോട് പറഞ്ഞു, പീരീഡ് വരുന്ന സമയത്ത് ഉണ്ടാക്കുന്ന വയറുവേദന, അമിതമായ വിയർപ്പ്, ദേഷ്യം, ഇറിറ്റേഷൻ, ഛർദി, മൈഗ്രെയിൻ തുടങ്ങിയ കുറെ പ്രശ്നങ്ങളെ ഒറ്റ വാക്കിൽ നമ്മൾ പറയുന്നതാണ് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം. അതിനെ പരിഹരിക്കാൻ ഇതിൽ സ്റ്റാർ ഫ്ലവർ ഒരു വയലറ്റ് കളറിൽ ഒരു പൂവുണ്ട്. ഈ പൂവിന്റെ സത്ത് ഇതിന് ചേർത്തിട്ടുണ്ട്. റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് മാക്സിമം 3 മാസം കൊണ്ട് ആ പ്രശ്നങ്ങൾ തനിയെ മാറും. എനിക്കറിയാം ധാരാളം വീടുകളിൽ പെൺകുട്ടികളൊക്കെ സ്കൂളിലും കോളേജിലും വെച്ച് പീരീഡ് സ്റ്റാർട്ട് ചെയ്താൽ ഛർദി വന്ന് മൈഗ്രെയിൻ വന്നിട്ട് ടീച്ചർമാർ ചിലപ്പോൾ കുട്ടികളെ വീട്ടിലെത്തിക്കും, ചിലപ്പോൾ പാരന്റ്സിനെ സ്കൂളിലോട്ട് ക്ഷണിക്കും കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം. മാക്സിമം 3 മാസം മതി. അങ്ങനെ ഇത് റെഗുലർ ഉപയോഗിക്കുന്ന ഒരു സ്ത്രീക്ക് ഈ ഒരു ബുദ്ധിമുട്ട് തനിയേ ഇല്ലല്ലോ. അങ്ങനെ ആൾറെഡി ഒരു റിസൾട്ട് കിട്ടിയ കേസ് ഇവിടെ പലർക്കും ഉണ്ട്. ഓക്കെ, ഇനി തീർന്നില്ല. നമ്മുടെ നാട്ടിൽ ഏതൊക്കെ ആർക്കൊക്കെ യൂട്രസ് ഉണ്ടോ, ആർക്കൊക്കെ ഓവറി ഉണ്ടോ, ആർക്കൊക്കെ ഫാലോപ്പിയൻ ട്യൂബ് ഉണ്ടോ, അവർക്കൊക്കെ ഉള്ള ഒരു ബോണസ് ഉണ്ട്. ആ ബോണസിന്റെ പേരാണ് ഫൈബ്രോയിഡ്. യൂട്രസിൽ കുരുക്കൾ അല്ലെങ്കിൽ മുഴകൾ വരുന്ന ഒരു അവസ്ഥ. എന്റെ മൊബൈലിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. 8000-ലധികം കോൺടാക്റ്റുകളുണ്ട്. അതിൽ 7000-ലധികം കോൺടാക്റ്റുകൾ പേഷ്യൻസിന്റെയാണ്. അതിൽ 6000-ലധികം സ്ത്രീകളെയാണ്. അതിലൊരു 5000 കേസുകളെങ്കിലും യൂട്രസിൽ മുഴ, കുരുക്കള്, ഫൈബ്രോയിഡ്, സിസ്റ്റ്, ബൾക്കി യൂട്രസ്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരാണ്. അതിലൊക്കെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം യൂട്രസിലെ കുരുക്കള്, മുഴകള്, അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് കട്ടി കൂടുന്നു, എൻഡോമെട്രിയൽ തിക്നെസ് കൂടുന്നു, കുറെ പ്രശ്നങ്ങൾ. അതിനൊക്കെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഈവനിങ് പ്രിപ്രോസ് എക്സ്ട്രാക്ട് 4 മണിക്കൂറിന്റെ സത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. റെഗുലർലി കഴിച്ചുകൊണ്ട് 3 മുതൽ 5 മാസം കൊണ്ട് യൂട്രസിൽ ഉണ്ടാക്കുന്ന കുരുക്കൾ അല്ലെങ്കിൽ മുഴകളെ വളച്ച് ഇത് പതുക്കെ പതുക്കെ തടയും. അങ്ങനെ മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉള്ള ഈ ഒരു പ്രൊഡക്റ്റ് 13 തരത്തിലുള്ള പഴങ്ങൾ, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി, മാംഗോസ്റ്റിൻ, ആപ്രിക്കോട്ട്, അവോക്കാഡോ, കിവി, പൈനാപ്പിൾ, നോലി തുടങ്ങി 13 തരത്തിലുള്ള പഴങ്ങൾ. അതിൽ ഓരോ പഴത്തിനും ഓരോ പ്രത്യേകത. പൊതുവെ മെലിഞ്ഞ സ്ത്രീകളിൽ കണ്ടുവരുന്ന രോഗമാണ് വെള്ളപ്പോക്ക്, അല്ലെങ്കിൽ അസ്ഥി യുരുക്കം, അല്ലെങ്കിൽ അസ്ഥിസ്രാവം, അല്ലെങ്കിൽ ലുക്കോറിയ എന്നൊക്കെ പറയും. അതിന് വളരെ ഫലപ്രദമാണ് ബ്ലൂബെറി. ആ ബ്ലൂബെറിയുടെ സ്ഥലത്ത് എന്തിലടങ്ങിയിട്ട് ന്യൂട്രിസാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് റെഗുലർലി കഴിച്ച് ഒരു 3 മാസം കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ ഒരു 20 തുളസിന്റെ പച്ചക്കളറുള്ള ഒരു ബോട്ടില് ഒരു 30 ml 2 നേരം കഴിക്കാൻ, ന്യൂട്രിസാറ്റ് കഴിക്കാൻ, ആർദ്ധാനം കോരി കഴിക്കാൻ. ആ പ്രശ്നത്തിൽ മാക്സിമം ഒരു 3 മാസം കൊണ്ട് തനിയെ മാറും. വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞാൽ പൊതുവെ സ്ത്രീകൾക്ക് വയറ് കൂടുതലാണ്. കാരണം 2 എക്സ്ട്രാ വയറുള്ള വയറുകളുണ്ട്. ഒരു യൂട്രസ് ഉണ്ട്, ഒരു ഓവറി ഉണ്ട്. ഒരു പ്രസവം കഴിഞ്ഞാൽ വയറൊന്ന് ചാടും, ഒരു പ്രസവം കൂടി കഴിഞ്ഞാൽ പിന്നെ ചാടിയ വയറുകളുടെ പോയില്ല. ആ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ബ്ലൂബെറി നല്ലതാണ്. ആ ബ്ലൂബെറിയുടെ സത്ത് ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഈ ന്യൂട്രിസാറ്റ് റെഗുലർലി കഴിക്കുന്ന സ്ത്രീകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു പ്രായം കുറഞ്ഞാലും വയറൊക്കെ കുറേ ശരീരമൊക്കെ ഒതുങ്ങും. കുറെ ബെനിഫിറ്റ് ഉണ്ട്. ഇതിൽ സ്ട്രോബെറി എന്ന് പറഞ്ഞ പഴത്തിന്റെ സത്ത്. സ്ട്രോബെറി എന്ന് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇതേ കളറാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ കളറൊക്കെ ഒന്ന് മെച്ചപ്പെടും. ഈ ന്യൂട്രിചാർജ് കഴിച്ച് കളറ് വർദ്ധിച്ച, കളറ് കൂടിയ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? കാരണം ഞാൻ പറയുന്നതിന്റെ തിയറിയിൽ, നിങ്ങൾ പറയുമ്പോൾ അതിന്റെ പ്രാക്ടിക്കൽ. ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്താ ഗീത പറയാൻ മടി? ഒരു 4 വർഷം നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങനെയായിരുന്നില്ല, അപ്പൊ നന്നായിട്ട് വെളുത്തു പറയാൻ കോൺഫിഡന്റ് ആയിട്ട് പറയണം. എന്നിട്ട് കറുത്ത ആള് വിളിക്കുന്നതല്ല ഞാൻ പറയുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള കളർ വരും അല്ലേ? അപ്പൊ ഇത് ന്യൂട്രിചാർജ് റെഗുലർലി കഴിക്കുന്നത് കളർ കൂടും. അവർക്ക് ഏജിക്ക് പതുക്കെ കുറഞ്ഞു ഒരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോളൂ. സ്ട്രോബെറിക്ക് അങ്ങനെ ഒരു ഗുണം. പിന്നെ ഇതില് ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി 4 പഴങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൂടിയ തൈറോയിഡിനെ കുറയ്ക്കും. ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ എന്റെ അറിവിലുണ്ട് ന്യൂട്രിചാർജ് റെഗുലർലി കഴിച്ചതിന് ശേഷം തൈറോയിഡിന്റെ മരുന്ന് ഒഴിവാക്കിയത്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എന്ത് റിസൾട്ടാ കിട്ടിയത്?
തൈറോയിഡ് ഏതിന്റെ എത്ര വരെ കഴിച്ചിരുന്നേ? തൈറോയിഡ് ഇപ്പൊ കഴിക്കണില്ല. നിങ്ങൾ ഈ നാട്ടുകാരോട് തുറക്കെ പറയാം. നിങ്ങളൊരു കൊടിയും പിടിച്ച് തൈറോയിഡ് മാറിയുന്ന ഒരു കൊടിയും പിടിച്ച് നടക്കും, ഞാൻ കൂടെ വരാം. ഇത് ആളുകൾ അറിയണം. ആളുകൾ അറിയിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് സെന്റർ കൊണ്ടുവന്നേക്കണം. ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ആശുപത്രികളിൽ നിന്ന് നമ്മുടെ കയ്യിലെ പൈസയും നമ്മുടെ അധ്വാനത്തിന്റെ പൈസയും മുഴുവൻ കൊടുത്ത് ജീവിതത്തിൽ നരകയാതന അനുഭവിക്കുന്ന ഒരു ജനതയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു വരദാനമാണ് ആശയം. അത് മനസ്സിലാക്കുക. കാരണം ഇവിടെ നമ്മുടെ വിനോദ് സാറും ഫാമിലിയും ഇത്രയും മനോഹരമായ ഷോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം നമുക്ക് പരിചയമുള്ള മുഴുവൻ ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് കയറ്റിയാക്കുക. നിങ്ങൾ പറഞ്ഞോളൂ, ഇവിടെ പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, സോ ന്യൂട്രീച്ചാന്റെ ഊണ് കഴിച്ചാൽ കിട്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇതിൽ 13 തരത്തിലെ പഴങ്ങൾ. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം സ്ത്രീകൾ ഒരു പഴങ്ങളും കഴിക്കാത്തവരാണ്. വളരെ വിരോധികളാണ് ഭൂരിപക്ഷം. ശരിയല്ലേ ചേച്ചി? ഒന്നും കഴിക്കില്ലേ അല്ലേ? ഇഷ്ടമല്ല അവർക്ക്. അത് നേരെ രണ്ടാമത്തെ ഇഷ്ടമല്ല. പക്ഷെ ഇത് കഴിച്ചാൽ 13 തരത്തിലെ പഴങ്ങൾ കഴിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ് ഇതിലുണ്ട്. മാത്രമല്ല 6 ബൊട്ടാനിക്കൽസ് കണ്ണിന്റെ കാഴ്ചയ്ക്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ലൂട്ടീൻ, ചെണ്ടാമല്ലിപ്പൂവ്, ചെട്ടിമല്ലിപ്പൂവ് അല്ലെങ്കിൽ മാരിഗോൾഡ് ഫ്ലവറിൽ എടുക്കുന്ന ലൂട്ടീൻ അപ്പൊ കണ്ണിന്റെ കാഴ്ചയ്ക്ക് മെച്ചപ്പെടും. മതി പറയാൻ എന്റെ അവയർനെസ് ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്ട് ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ലിക്കോപ്പിൻ, തക്കാളി നിൽക്കുന്ന എക്സ്ട്രാക്ട് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ബേസിൽ ന്യൂട്രീച്ചാർജ് ഒരാൾ വാങ്ങിക്കുമ്പോൾ അതിന് വരുന്ന വില, ആശുപത്രി മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാൾ വാങ്ങിക്കുമ്പോൾ വരുന്ന വില ഒരു ദിവസം ഒരു ഗുളി കഴിക്കാൻ 18 രൂപ 33 പൈസ. ഈ പറഞ്ഞ ഏതെങ്കിലും അസുഖമായിട്ട് നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ ചെന്നാൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? എത്ര രൂപ അവിടെ കൊടുക്കേണ്ടി വരും? ഡോക്ടർക്ക് ഫീസ് 2500 രൂപ പ്ലസ് 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 ടെസ്റ്റ്, ലബോറട്ടറി ടെസ്റ്റ്, അൾട്രാസൗണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. പക്ഷെ ഇതിനൊക്കെ പരിഹരിക്കാൻ ഇത് റെഗുലർലി കഴിച്ചാൽ ഒരു മെമ്പർഷിപ്പ് എടുത്ത് കഴിച്ചാൽ കഷ്ടിച്ച് 14 രൂപയെ വരുള്ളൂ കേട്ടോ. എനിക്കിപ്പോ ആരും ഒരു ചായ ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ ചായ ഞാൻ കുടിക്കുമ്പോൾ ഈ ചായ ഇതുപോലൊരു ചായ തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ പോയി കുടിക്കാൻ ചുരുങ്ങിയത് 15 രൂപ വേണം. അത്രയും പൈസ ഇത് കഴിക്കാൻ പറ്റില്ല. ഒരു ചായ കുടിക്കുന്ന പൈസ കൊണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ എന്തിനാ വേണ്ടാന്ന് കഴിക്കുന്നത്? അല്ലെ, ഒരു സ്ത്രീയുടെ 60% ആരോഗ്യം